നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, അയാൾക്ക് മലയാളം അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ സ്റ്റക്കാവും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കുറച്ച് സ്റ്റുഡൻസിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുപയോഗിച്ചാണ് അവിടുന്ന് ആ സിറ്റുവേഷനിൽ റിക്കവർ ചെയ്ത് ഓടിപ്പോകേണ്ട കാര്യമല്ല, അവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് നിങ്ങളെ പ്രാപ്തനാക്കുക അല്ലെങ്കിൽ പ്രാപ്തയാക്കുക എന്നുള്ളത് 5 ടിപ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നമില്ലേ, അറിയാമെങ്കിലും ഒന്നും പറയാൻ പറ്റാണ്ട് ഫ്രീസായി പോകുന്നൊരവസ്ഥ അത് ഓവർകം ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ടിപ്സാണുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി പോയിട്ടില്ലേ, ആ ഒരു അവസരം നിങ്ങളൊന്ന് ആലോചിക്കാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ട്, കാരണം ഓരോരോ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ടിപ്സാണ്, 5ഉം ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് കേട്ടോ. ആദ്യത്തത്, നമ്മൾ ഈ ടെൻഷൻ വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെയാവും, നമ്മുടെ സ്മൈൽ അങ്ങ് പോവും, നമ്മുടെ ഫ്രണ്ട്ലിനെസ് പോവും, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവുമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു ടെൻഷനിലേക്ക് പോയിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര ഒരു ഗൗരവം അങ്ങോട്ട് വരും. അപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആവുക ഫസ്റ്റ് ഓഫ് ഓൾ. അത് നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ എങ്ങനെ ഇരിക്കണമെന്ന് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ചില സമയത്ത് ബാക്കിയുള്ള ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക, കുറച്ച് ഫ്രണ്ട്ലി ആവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കണ്ടേ, ഓക്കെ ഞാനിപ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് എങ്ങനെയാണ് ഒരു എന്താ പറയുക ഗബ്ബർ സിംഗ് ആയിട്ടാണോ നിൽക്കണേ, അങ്ങനെയാണെങ്കിൽ കുറച്ചൊരു കാമാവണം, അങ്ങനെ രീതിയിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. ഫസ്റ്റ് ഇത് ബി ഫ്രണ്ട്ലി. ഓക്കെ, അപ്പോൾ ബി ഫ്രണ്ട്ലി ആവുന്നതിന് ഫസ്റ്റ് സൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടിക്കലായ സ്റ്റെപ്പ് ഒന്ന് പുഞ്ചിരിക്കുക. അട്ടഹസിക്കരുത്, ആളെ പേടിപ്പിച്ച് വിടരുത്, ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് ലൈറ്റായിട്ട് പുഞ്ചിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും. കാരണം സ്ട്രെസ്ഡ് ആയ സിറ്റുവേഷനിൽ ആരും പുഞ്ചിരിക്കില്ലല്ലോ. അപ്പോൾ പുഞ്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീസ്ഡ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ടെൻഷനുള്ള ആൾക്കാർ പൊതുവെ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങളുടെ തലയുടെ ഉള്ളിൽ കൂടെ അതങ്ങനെ പറയരുത് ഇങ്ങനെ പറയുന്നൊക്കെ ഭയങ്കര സംഭവങ്ങൾ പോകുമായിരിക്കില്ലേ. ആ സ്പീഡിലായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കണേ. കാം ഡൗൺ, പതുക്കെ പറഞ്ഞാൽ മതി. അവിടെയുള്ള ആൾക്ക് അങ്ങനെ ഒരു ധൃതിയില്ല. അങ്ങനെ ധൃതി ഉണ്ടെങ്കിൽ അയാളുടെ പിന്നെ കാണാമെന്ന് പറയാം. അല്ലെങ്കിൽ സമാധാനത്തിൽ സംസാരിക്കുക. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കണേ. അപ്പോൾ സമാധാനത്തിൽ സംസാരിക്കുക കേട്ടോ. സമാധാനത്തിൽ സംസാരിക്കുന്നതിൻ്റെ മെയിൻ തിങ് പതുക്കെ സംസാരിക്കുക. നിങ്ങൾ ശരിക്കും ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ ഭയങ്കര സ്പീഡിലായിരിക്കും സംസാരിക്കണേ. എസ്പെഷ്യലി ഈ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കണം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പൊതുവേ പറയുന്നൊരു ടിപ്പാണ് നിങ്ങൾ കുറച്ച് സ്ലോ ആവണമെന്ന്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അറിയാതെ സ്പീഡ് അങ്ങോട്ട് കൂടും. അത് പ്രസൻറ്റേഷനൊക്കെ നിങ്ങളെങ്ങാനും എന്തെങ്കിലും ഒരു കാര്യം, ഇതിപ്പോൾ മലയാളത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണ അവസരം വന്നു, ആ സമയത്ത് നിങ്ങൾ അറിയാണ്ട് സ്പീഡ് കൂടി ഫാസ്റ്റ് ആവും. അപ്പോൾ അത് നന്നായിട്ട് കുറയ്ക്കണം. നമ്മുടെ തലയിൽ നമ്മുടെ വിചാരം നമ്മളിതേ മുഴുവൻ സമയവും എടുത്ത് സംസാരിക്കുകയാണ്, അല്ല, നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കണേ. അതുകൊണ്ട് നന്നായിട്ട് സ്പീഡ് കുറച്ച് സംസാരിക്കുക കേട്ടോ. അപ്പോൾ 2 ടിപ്സ് മനസ്സിലായില്ലേ? സ്മൈൽ ആൻഡ് ടോക്ക് സ്ലോലി. അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ടിൽ വരുന്നതാണ്, ഫ്രണ്ട്ലി ആയിരിക്കുക. അത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒന്ന് സ്മൈൽ ചെയ്യുക, പിന്നെ ടോക്ക് സ്ലോലി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കണില്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പരിചയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം, വിനിയല്ലേ, എനിക്കറിയാം, ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇംഗ്ലീഷൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കിയേ. ആദ്യം ചിരിക്കുക. എന്നടുത്ത് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ സംസാരിക്കണം കേട്ടോ. എന്നിട്ട് എന്താ പറയുക ആ പറയണ 2 സെൻറ്റൻസ് കോമൻറ്റിലിടുമോ. ഹായ് വിനി എന്നായിരിക്കും ചിലപ്പോൾ ആദ്യം പറയുക, അല്ലെങ്കിൽ ഹലോ വിനി. എന്നിട്ട് എന്താ പറയുക, ആ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ പറയാൻ ചാൻസ് ഉള്ള അതേ 2-3 സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് കോമൻറ്റിലിടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ എന്നെ അല്ല കാണണേ, നിങ്ങളുടെ ഒരു അയൽവാസി, ദരിദ്രവാസിയല്ല, നല്ല മനുഷ്യനാണ്. അപ്പോൾ ആൾ നിങ്ങൾ കാണുകയാണ്, ഓടരുത്, നിൽക്കുക. എന്നിട്ട് അയാളോട് എന്തെങ്കിലും സംസാരിക്കുക. എന്ത് സംസാരിക്കും? നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഓർത്ത് വെച്ചോളൂ, സംസാരിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ് കാലാവസ്ഥ, വെതർ. എന്ത് കാലാവസ്ഥയാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. നല്ല ചൂടാണല്ലേ, ഇറ്റ്സ് ടു ഹോട്ട് ദീസ് ഡേയ്സ്, ഇറ്റ്സ് വെരി ഹോട്ട്. വളരെ സിമ്പിൾ അല്ലേ? ഈ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പം സെൻറ്റൻസ് തുടങ്ങുക, ഇറ്റ് ഈസ്, ഇങ്ങനെയാണിപ്പോൾ, ഇറ്റ് ഈസ് ഹോട്ട്, ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ്സ് റെയിനി.
മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്. ചിലപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നറിയാണ്ട് കുറച്ച് പേര് അവിടെ സ്റ്റക്കാവും. കാലാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, ഞാനിത് എങ്ങനെ തുടങ്ങും? മഴയുണ്ട് എങ്ങനെ പറയും? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. അല്ലെങ്കിൽ ചൂടാണെങ്കിൽ ഇറ്റ്സ് വെരി ഹോട്ട്. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ആദ്യം തന്നെ ചാറ്റൽ മഴയാണ്, അപ്പോൾ ഡ്രിസിൽ എന്നൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാലോ, ഇറ്റ് ഇസ് ഡ്രിസിലിംഗ് എന്നൊക്കെ പറഞ്ഞാലോ, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ ടെൻഷൻ എടുപ്പിക്കരുത്. വളരെ പതുക്കെ നമുക്ക് തുടങ്ങി വലിയ വലിയ കോൺവെർസേഷനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ കാലാവസ്ഥ, അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നില്ലേ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയും. മഴ കൂടുതലാണെന്ന് അറിയാം, എറണാകുളംകാരൊക്കെ എന്നോട് ക്ഷണിക്കുക, അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ, നല്ല മഴയാണ്, വെള്ളമൊക്കെ കയറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാം? ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ ചാൻസുള്ള സെൻറ്റൻസുകളല്ലേ. അപ്പോൾ അത് കോമൻറ്റിലിടും അങ്ങനത്തെ സെൻറ്റൻസുകൾ. വെതറിനെ കുറിച്ച് പറയണേ, അവിടെ നിങ്ങളുടെ കാലാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത്. ഇപ്പോൾ വേറെ വയനാട് പാലക്കാടൊക്കെ ചിലപ്പോൾ അത്രയും മഴ ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. എന്തായാലും അറിയട്ടെ, നിങ്ങളൊന്ന് ഇന്ന സ്ഥലമാണ്, കാലാവസ്ഥ എങ്ങനെയാണെന്നൊന്ന് പറയുമോ, അറിയട്ടെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ നെയ്ബറാണെന്ന് വിചാരിക്കാം, അയൽവാസിയാണ്. അപ്പോൾ ഇങ്ങനെയാണല്ലേ, കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംസാരിക്കാം കേട്ടോ, ആരോട് സംസാരിക്കാം. അപ്പോൾ അത് പറയാം. അപ്പോൾ അത് എളുപ്പമായില്ലേ? പിന്നെ നിങ്ങൾക്ക് ഈ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് മഴയുണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് ബോറടിക്കില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൂക്കൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യത്തെ ഒന്ന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കില്ലേ അവർക്കും നിങ്ങൾക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാരി നല്ല ഭംഗിയുണ്ടെങ്കിൽ നല്ല സാരിയാണ് കേട്ടോ, എവിടുന്നാണ് വാങ്ങിച്ചേ? ഇങ്ങനത്തെ ഒരു വെതറിനെ കുറിച്ചൊരു കുറച്ച് കാര്യം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു കാര്യം. അത് നിങ്ങൾ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ അതവിടെ നല്ലതല്ല, അവിടെ പറയാൻ പാടില്ലെങ്കിൽ അവിടെ പറയരുത്. എന്നുവെച്ചാൽ ആള് കുളിച്ചിട്ടൊന്നുമില്ല, എണീറ്റ വഴിക്ക് പറയാം, നിങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടല്ലോ, അങ്ങനെ പറയരുത്. നമ്മൾ സാഹചര്യം നോക്കിയിട്ട് മാത്രം സംസാരിക്കട്ടോ. വിനി പറഞ്ഞു വെതറിനെ കുറിച്ച് സംസാരിച്ചാൽ പിന്നെ കോംപ്ലിമെൻറ്റ് നല്ല ഭംഗിയുണ്ടെന്ന് പറയാമെന്ന്, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഈ സാരി ഇത് എവിടുന്നാണ് വാങ്ങിച്ചേ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച്, ആളെക്കുറിച്ച് പറയാതിരിക്കുന്നതാവും നല്ലത് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനത്തെക്കുറിച്ചോ, വീട്ടിലെ പൂച്ചയോ പട്ടീനെക്കുറിച്ചോ, നിങ്ങളുടെ പട്ടി നല്ല രസമുണ്ട് കേട്ടോ, എന്തെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ പരിശീലിക്കണം. അങ്ങനെ ഈ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണ് ചിലർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ വാതിൽ തുറന്ന് എല്ലാ ഇംഗ്ലീഷുകാരാണ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരാണ് പോകുന്നതെങ്കിൽ ഞാൻ അപ്പം തന്നെ വാതിൽ അടച്ച് അകത്തേക്കിടും. മലയാളികളുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ, എന്തെങ്കിലും ചോദ്യം വന്നാൽ അവിടുന്ന് ഓടുന്നൊക്കെ. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കാലാവസ്ഥ, ചിരിക്കുക, പതുക്കെ സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, അതാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്, അത് ഓക്കെയാണ്, ടെൻഷൻ അടിക്കാം. ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്തിരിയൊക്കെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് തന്നെ പറയണം. ഇപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയാം, ഇത് നോർമലാണ്, എനിക്ക് പകരം ഇവിടെ വേറെ ആര് നിന്നാലും ഇത്തിരി ടെൻഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ അവസ്ഥയിലാണെങ്കിൽ, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ആ ടെൻഷൻ അടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഇറ്റ്സ് ഓക്കെ, ടെൻഷൻ അടിക്കാം. അശോകന് ക്ഷീണാവാ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത്തിരി ടെൻഷൻ അടിക്കാം, അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ടെൻഷൻ അങ്ങ് പോവും കേട്ടോ. ചിലപ്പോൾ എൻ്റെ ലൈവ് ക്ലാസ്സിലൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ടല്ലോ, എന്നെ നോക്കി ഇങ്ങനെ സ്റ്റക്കായിരിക്കും. എന്താ കാര്യം അറിയാം, പക്ഷേ പറയാൻ പറ്റാണ്ടൊക്കെ സ്റ്റക്കാവുക. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഇത്രയൊക്കെ യൂട്യൂബൊക്കെ കണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടും എന്ന് വെച്ചാൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അവർക്കാണ് ഈ പ്രശ്നം, സ്റ്റക്കാവൽ. അത് എന്തൊരു പ്രശ്നമാണത്? അത് നമുക്ക് കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളെങ്ങനെ ഞാൻ സ്റ്റക്കായോ, ഞാൻ മോശമാണ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. ഇതിനിപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകണ്ട, അതിനൊക്കെ ഞാൻ പൊടിക്കായി തരാം. അപ്പോൾ നമ്മളെന്താ പറയണത്? ടെൻഷൻ നല്ലതാണ്, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ കെയർഫുള്ളായിട്ട് സംസാരിക്കും. അപ്പോൾ ടെൻഷനെ നമ്മളിങ്ങനെ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ ടെൻഷൻ നല്ലതാണ്, ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, എനിക്ക് മാത്രമല്ല. അങ്ങനെ ടെൻഷനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യാം. എന്ത് ടെൻഷൻ ഈ ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. നിങ്ങൾക്ക് അല്ലാണ്ട് വലിയ ടെൻഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ഇത് കേൾക്കാണ്ട് ഡോക്ടറെ അടുത്ത് പോകണം. ഞാൻ ഈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റക്കാവുമ്പോൾ ഉള്ള ടെൻഷനില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. എന്നോട് തന്നെ ഇപ്പോൾ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ പറയാൻ വന്നാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ടെൻഷൻ അടിച്ചൊന്ന് വരും. ഒരു 2 സെക്കൻഡ് ഞാനൊന്ന് പറയണോ, എന്താ പറയുക, ഒന്നും വരുന്നില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ എനിക്കും സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കും സംഭവിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് ലൈറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഇനി രണ്ടാമത്തത്, ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഉടനെ തന്നെ ആ മനുഷ്യൻ വന്നിട്ട് അയ്യോ കുഴപ്പമില്ല കേട്ടോ, സാരില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നൊന്നും പറഞ്ഞൊന്നും വരില്ല അല്ലേ. അയാൾക്ക് അറിയില്ലല്ലോ നമുക്ക് എന്താ പ്രശ്നം എന്ന്. അയാളെന്താ പൊതുവെ വിചാരിക്കാന്നറിയോ, അയാളെ തങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന്.
നമ്മൾ ഈ ഒരാളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവും എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കാരണം അയാൾക്ക് മനസ്സിലാവണമെന്നില്ല. എസ്പെഷ്യലി ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരിക്കലും മനസ്സിലാവണമെന്നില്ല. അവർ വിചാരിക്കുക എന്നെ ഇഷ്ടമല്ല, അവർക്ക് എന്നെ പോലത്തെ ആൾക്കാരൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തതെന്നാണ് മെജോറിറ്റി വിചാരിക്കുക. അപ്പോൾ അവർ വന്ന് നിങ്ങളോട് എന്താ സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് അവരോടൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക അവർക്കൊന്ന് ചോദിച്ചുകൂടെ എൻ്റെ അടുത്ത് എന്തെങ്കിലും, നിങ്ങൾക്കും അങ്ങോട്ട് ചോദിക്കാമല്ലോ, അവരത് തന്നെ എനിക്ക് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലീഡ് എടുക്കണമെങ്കിൽ ഹലോ സുഖമാണോ എന്ന് നിങ്ങൾ കയറി ചോദിക്കണമെങ്കിൽ ചോദിക്കുക. നമ്മുടെ ആവശ്യം എന്താ? ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലാണ്ട് അയാളോട് ബെസ്റ്റ് ഫ്രണ്ട് ആവലല്ലോ. അപ്പോൾ നമ്മൾ കിട്ടിയ അവസരങ്ങളിൽ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഹലോ പറയുക, ഹൗസ് ഇറ്റ് ഗോയിങ് അങ്ങനെ ചോദിക്കുക, എന്തൊക്കെയുണ്ട്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, അതാണ് സെൻറ്റൻസ്. അത് നമ്മളിങ്ങനെ പറഞ്ഞേ, ഹൗസ് ഇറ്റ് ഗോയിങ്, ഹലോ ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗസ് ഇറ്റ് ഗോയിങ്, ആർ യു ഓൾ റൈറ്റ്, എല്ലാം നന്നായിരിക്കണോ, ആർ യു ഓൾ റൈറ്റ്. ഈ ആർ യു ഓൾ റൈറ്റ് എന്നുള്ളത്, ആർ യു ഓൾ റൈറ്റ് എന്നുള്ളത് വല്ല ആക്സിഡൻ്റൊക്കെ പറ്റി എന്താ പറയുക, എണീറ്റ് വരുമ്പോൾ ആർ യു ഓൾ റൈറ്റ്, പക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയാം. അല്ലാതെ നോർമൽ കോൺവെർസേഷനിലും നമ്മൾ ആർ യു ഓൾ റൈറ്റ് എന്ന് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അത് കേൾക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, സുഖമായിരിക്കുന്നു, അല്ലാണ്ട് നിങ്ങളുടെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലൊടിച്ചെന്ന് കേട്ടല്ലോ എങ്ങനെയുണ്ട് എന്നല്ല കേട്ടോ. പിന്നെ ദയവ് ചെയ്ത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ അതിലേക്ക് തലയിടാതിരിക്കാം. ഇന്ന് എന്ത് സംസാരിക്കും എന്നാൽ പിന്നെ വലിയൊരു ഹോട്ട് ടോപ്പിക് അതിന് എടുത്തിട്ടാലോ എന്ന് വിചാരിക്കരുത്. പലരും ഇടാറില്ല, കാരണം സംസാരിക്കാൻ തന്നെ പേടിയാണല്ലോ. പക്ഷേ ചിലർ ആ വശത്തേക്ക് പോവും. ഇന്ന് സംസാരിക്കാൻ എല്ലാവരും ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന വിഷയം ഇതല്ലേ, ഞാനത് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കരുത് എന്നല്ല പറയാം, സംസാരിച്ചോളൂ. പക്ഷേ ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പോയി ചോദിക്കാണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കും. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞേ, നല്ല ചൂട് വെതർ. രണ്ടാമത്തത് സിനിമ കാണാറുണ്ടോ, അല്ലെങ്കിൽ ബുക്സൊക്കെ വായിക്കാറുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ, മുതലായ കാര്യങ്ങൾ. അല്ലെങ്കിൽ വീക്കെൻഡ് എന്താ പരിപാടി, ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ഇതൊക്കെ ഞാൻ കുറേ തവണ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനി പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കുട്ടികൾ എത്രാം ക്ലാസ്സിലാണ്, ഇങ്ങനത്തെ കാര്യം. ഓക്കെ, ഇതൊക്കെ അറിയില്ലേ? എൻ്റെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ ഇങ്ങനത്തെ കുട്ടി സെൻറ്റൻസുകളൊക്കെ ഇട്ട് തരാറുണ്ട്. അപ്പോൾ ഷോർട്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അപ്പോൾ അതിലൊക്കെ കുറേ ഇങ്ങനെ റിവൈസ് ചെയ്ത് കേട്ടാൽ അതൊക്കെ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ 100 സെൻറ്റൻസസിൻ്റെ വീഡിയോ ഉണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിന് ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ. അതിൽ കുറേ ഇതുമാതിരി യൂസ്ഫുൾ സെൻറ്റൻസസ് ഞാൻ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പല സമയത്ത് എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പുതിയ സീരീസ് തുടങ്ങാം. കോൺവെർസേഷൻ സ്റ്റാർട്ട് എങ്ങനെയാണ് ചെയ്യുക പല സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ നമ്മൾ ബാങ്കിൽ പോയാൽ, അല്ലെങ്കിൽ എവിടെയാണ് എയർപോർട്ടിലാണെങ്കിൽ ഒരാൾ നമ്മൾ പൊതുവെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ എങ്ങനെയാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, സംസാരിക്കാൻ പറ്റുന്നത്, അത് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സീരീസ് തുടങ്ങാം. ഇനി ഇതൊന്നും അല്ല കേട്ടോ, ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ വാക്ക് കിട്ടില്ല അല്ലേ. ഞാൻ അങ്ങനെയാണെന്ന് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ടാവും. ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ പിന്നെ എങ്ങനെ സംസാരിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്ന് വെച്ചാൽ ഐ വോണ്ട്, യു ലൈക്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ പേര് കിട്ടണില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് മറ്റേ നമ്മുടെ സംഭവമില്ലേ കറുവപ്പട്ടൻ്റെ ആ ഇംഗ്ലീഷ് വാക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇയാളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഹിന്ദിക്കാരി. കറുവപ്പട്ട എന്ന് വെച്ചാൽ അവർക്ക് കറുവപ്പട്ട അറിയാം, നെഹി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം എക്സാക്ട്ലി, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റിക്ക്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് വുഡ്, യു യൂസ് ഇറ്റ് ഇൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അവർ സിനമൺ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വേർബ്സ് കിട്ടില്ല. വേർബ്സ് കിട്ടാത്തപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതിനെ ന്യായീകരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ ന്യായീകരിക്കുക പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ന്യായീകരിക്കുക, ഓർമ്മയുണ്ടോ? ജസ്റ്റിഫൈ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് നമുക്കൊരു പ്രധാന പണിയുണ്ട്. ആ വാക്ക് ഒന്ന് നോട്ട് ചെയ്ത് 1 മിനിറ്റ് മൊബൈലിൽ ഒന്ന് മെല്ലെ ഇങ്ങനെ സംസാരത്തിനിടയിൽ എഴുതി വെക്കുക, ന്യായീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് വിനി ന്യായീകരിക്കുക, എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ വാക്ക് ചോദിക്കുമ്പോൾ ഒരു വാക്ക് പല അർത്ഥത്തിൽ വരാം അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് മുഴുവൻ അല്ലെങ്കിൽ കോൺടെക്സ്റ്റ് ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഒരു വാക്ക് മാത്രം തന്നെ ഇതിനെന്ത് പറയും എന്ന് പറഞ്ഞാൽ അത് പല കോൺടെക്സ്റ്റിലും ഇംഗ്ലീഷിൽ അത് പല രീതിയിലായിരിക്കും പറയാം.
ചിലപ്പോൾ ഒരേ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വാക്കിന് ഇങ്ങനെ തന്നെ പറയാമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ. എല്ലാ ഇതിനും ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഇല്ല. ഇപ്പോൾ ആരും ഒരാൾ എന്താണ് പറഞ്ഞത്, എന്തൊരു വാക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, അതിന് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താണെന്ന്. അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ വേറെ രീതിയിലാണ് ആ ഒരു എക്സ്പ്രഷൻ ഇംഗ്ലീഷിൽ പറയുക. അതുകൊണ്ട് ഒരു കോൺടെക്സ്റ്റ് വന്നിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉത്തരവൊക്കെ തരാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഉത്തരം തരാറുണ്ട്, അവിടെ തന്നെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ, സംസാരിച്ച് ജസ്റ്റ് തുടങ്ങി, നമ്മൾ കാലാവസ്ഥയൊക്കെ കഴിഞ്ഞു, സാരി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ അറിയാണ്ട് നമ്മളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് തുടങ്ങും. ഇന്നലെ എൻ്റെ അങ്ങനെ, എൻ്റെ ഇങ്ങനെ, എല്ലാം എൻ്റെ കാര്യങ്ങൾ. അത് ഒരു സുഖകരമായ കോൺവെർസേഷൻ അല്ല. കൂടുതൽ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ കുത്തി എന്നിട്ട് നിങ്ങളുടെ മകളുടെ ഭർത്താവ് എന്ത് പറഞ്ഞു, എന്നിട്ട് അയാളുടെ റിയാക്ഷൻ എന്തായിരുന്നു, ആ രീതിയിൽ സംസാരിക്കരുത്. ഒരു ജനറൽ കാര്യങ്ങൾ, എന്നാൽ എപ്പോഴും നമ്മുടെ മുകളിൽ ഫോക്കസ് ആവാണ്ട് നോക്കണം. അവരെക്കുറിച്ച് ചോദിക്കുക, ജനറലായ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോഴേ ആ കോൺവെർസേഷൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരടുത്ത തവണ നിങ്ങളോട് അധികം സംസാരിക്കില്ല, അല്ലേ? അതിപ്പോൾ ഞാൻ ചെയ്താലും എന്നോട് അധികം സംസാരിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മളതങ്ങ് ഒഴിവാക്കി അവരുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുക. പിന്നെ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പക്ഷേ ചില സമയത്ത്, ഇപ്പോൾ നാട്ടിൽ ആണെങ്കിൽ പോലും ചില ആൾക്കാരോട് ചിലത് ചോദിച്ചാൽ അവർക്ക് അവരുടേതായ ഒരു റീസൺസ് ഉണ്ടാവും. അത് അവർക്ക് നമ്മുടെ അടുത്ത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി, എനിക്ക് പക്ഷേ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ല, എന്താ മോലെ കുട്ടികളൊന്നും ആവാത്തത്. ഈ ചോദ്യമൊക്കെ ഞാൻ കുറേ കാലം കേട്ടിരുന്ന കേട്ടോ. ഇപ്പം എനിക്കൊരു കുട്ടിയുണ്ട്, അതുകൊണ്ട് ആ ചോദ്യം ഇപ്പം ഇല്ല. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടാവാം ആ കുട്ടീനെ ഉണ്ടാവാനോ ഉണ്ടാവാതിരിക്കാനോ. അപ്പോൾ നമ്മളത് പ്രൈവറ്റ് പേഴ്സണൽ കാര്യങ്ങളില്ലേ, അങ്ങനത്തെ ചോദിക്കാതിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി എപ്പോഴുണ്ടാവും മുതലായ ക്ലീശ ചോദ്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം. ഇത് എത്ര ഒഴിവാക്കണം എന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുത്താലും അവർ പിന്നെയും പോയി ചോദിക്കും. അപ്പോൾ കല്യാണം കഴിച്ചത്ര ആണല്ലേ, അടുത്ത ചോദ്യം. കുട്ടികൾ അത് ചോദിക്കേണ്ട, പോട്ടെ, അവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ അവർ. ഓക്കെ, അത് അങ്ങനെ ചോദിക്കണം നിർബന്ധമായ കോൺടെക്സ്റ്റ് ആണെങ്കിൽ മാത്രം ചോദിക്കാം. ഡു യു ഹാവ് കിഡ്സ് എന്ന് ചോദിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ എന്താ ഉണ്ടാവാത്തത് മുതലായ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം ഡോക്ടറെ കാണണമെന്ന്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ. അത് നമ്മളത് പോയി പറയേണ്ട കാര്യമില്ല. അത് അവർ എത്ര സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരാൾ ചോദിച്ചാൽ, എന്താ മോന് IIT കിട്ടിയില്ലേ, അതെന്താ കിട്ടാതിരുന്നത്, എന്താ കിട്ടാതിരുന്നതെന്ന് പറയണമെങ്കിൽ, നിങ്ങൾക്ക് എന്താ IIT കിട്ടാതിരുന്നത്, അതേ റീസൺ കൊണ്ടാണ് ഇയാൾക്ക് IIT കിട്ടാതിരുന്നത്. ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം എല്ലാവർക്കും അറിയാം. ആ കുട്ടി ചിലപ്പോൾ ഉഴപ്പിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്തിട്ടുള്ള കുട്ടിയാണ് ഉഴപ്പിയിട്ടുണ്ടാവും, ആൾക്ക് അറിയില്ല. അല്ലെങ്കിൽ അയാൾക്ക് IIT പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കുത്തി ചോദിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ നമുക്കത് ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് കൃത്യമായി ആലോചിച്ച് നമ്മൾ അങ്ങോട്ട് ചോദിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് പറയണത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, അല്ലേ? അപ്പോൾ അവരങ്ങനെ പറയും, എന്താ പറയുക, ഇത് ഉഗാണ്ടൻ റെജീം ഇസ് ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച്, എന്താണ് ഉഗാണ്ടയിൽ എന്താ പ്രശ്നം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളെന്താ ചോദിക്കുക, ഓ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് ചോദിക്കുക. എനിക്ക് മനസ്സിലായില്ല, അതിലൊരു പ്രശ്നമില്ല. എനിക്ക് മനസ്സിലാവാതെ എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉഗാണ്ടയിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ എനിക്ക് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്, ഐ ഡോണ്ട് റിയലി നോ ഇറ്റ്, എനിക്കത് അറിയില്ല. ചിലപ്പോൾ അവർ പ്രൊനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതായിരിക്കും, അല്ലെങ്കിൽ സ്പീഡിൽ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തതായിരിക്കും. അതെന്താണെന്ന് ചോദിക്കുക. അത് നമ്മൾ ഒട്ടും താഴെ ആക്കില്ല കേട്ടോ. നമ്മൾ ലേൺ ചെയ്യാനുള്ളൊരു ത്വരയുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എന്നും എൻ്റെ ഒരു കണ്ണിൽ ഇங்கே, ബാക്കി എല്ലാവരും അതിന് താഴെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ലേൺ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒരു ത്വര ഉണ്ടാവണം. അതാണ് ഈസി ഇംഗ്ലീഷ് വിത്ത് വിനീന്ന് നമുക്ക് വേണ്ടത് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എപ്പോഴും അതാണ് വേണ്ടത്, ഒരു ലേൺ ചെയ്യാനുള്ള ത്വര. അത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നിരുന്നു അവിടെ ആ ഈഗോ അടിച്ച് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. അത് ചോദിക്കുമ്പം വാട്ട് എന്ന് ചോദിക്കരുത്. ഈ വാട്ട് എന്ന് വെച്ചാൽ എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ, അങ്ങനെ ഒരു ധ്വനി അതിനുണ്ട്. ഈ വാട്ട് പല രീതിയിൽ ഉപയോഗിക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ നെയ്ബേഴ്സാണേ, അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ സംസാരിക്കാം. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കുട്ടിക്ക് 10 കുട്ടികൾ ഒറ്റ പ്രസവത്തിലുണ്ടായി. അപ്പോൾ വാട്ട്, അത് അൺബിലീവബിൾ ആയതുകൊണ്ട് വാട്ടെന്ന് ചോദിച്ചതാണ്. അവിടെ വാട്ടെന്ന് ചോദിക്കാം, റിയലി അങ്ങനെ. പക്ഷേ നമ്മളെന്തെങ്കിലും പറയുകയാണ്, ഇപ്പോൾ ഈ ഉഗാണ്ടൻ റെജീം വാട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ വാട്ടാണെന്ന് അവിടെ മനസ്സിലാവില്ല. അതുകൊണ്ട് ആ വാട്ട് കഴിഞ്ഞിട്ട് വോട്ട് ഡു യു റിയലി മീൻ ബൈ ദിസ് വേർഡ്,
ഐ ഡിഡ്ന്റ് റിയലി ഗെറ്റ് ദാറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവാത്തതാണ് കാര്യം എന്ന് പറയണം കേട്ടോ. ചിലപ്പോൾ ഈ വോട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഈ വോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് റൂഡായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി 5ാമത്തെ പോയിന്റ്, നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിചാരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചോദിച്ചു ഏത് സിനിമേനെ കുറിച്ച്. അപ്പോൾ ഇഷ്ടമാണോ സിനിമ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. ഡു യു ലൈക്ക് മൂവീസ്? യെസ്. അതോടെ തീർന്നു. പിന്നെ കോൺവെർസേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം കുറച്ച് എക്സ്പ്ലനേഷൻ കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ നമുക്ക് മാറ്റാം? ഡു യു ലൈക്ക് മൂവീസ്? ഡു യു വാച്ച് മൂവീസ്? സിനിമ കാണാറുണ്ടോ? അതെങ്ങനെ നമുക്ക് യെസ് ഓർ നോ അല്ല അതിൻ്റെ ഉത്തരം വരണേ. അതല്ലാണ്ട് കുറച്ച് എക്സ്പ്ലനേഷൻ വരുന്ന ഒരു ഉത്തരമായിട്ട് എങ്ങനെ മാറ്റാം? വാട്ട്സ് എ മൂവി ദാറ്റ് യു റീസെൻ്റ്ലി വാച്ച്ഡ്? നിങ്ങൾ ഈ അടുത്ത് കണ്ട മൂവി ഏതാ? അപ്പോൾ ആ മൂവീനെ കുറിച്ച് പറയണ്ടേ. അപ്പോൾ പേര് പറയണം. അപ്പോൾ പിന്നെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചാൽ ഒരൊറ്റയടിക്ക് ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിൽക്കും. ഓക്കെ. അപ്പോൾ വാട്ട്, വൈ, വെൻ, വെയർ എന്നൊക്കെ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ആദ്യം, അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആദ്യം വരുമ്പോൾ അത് കുറച്ചുകൂടെ വലിയ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു വേർഡെങ്കിലും വരുന്ന യെസ് ഓർ നോ അല്ലാത്തൊരു ചോദ്യമായിട്ടത് മാറും. ഇനി ഇതിന് തിരിച്ചും ബാധക. അവിടുന്ന് നിങ്ങളുടെ അടുത്ത് ലഞ്ച് കഴിച്ചോ അങ്ങനെ ചോദിക്കുക. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? അത് ഒന്ന് സ്പീഡിൽ പറഞ്ഞ്. ഇത് പലപ്പോഴും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ആരെയും കാണുമ്പോൾ ഊണ് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? അങ്ങനെ ഒരു പാട്ട് പോലെ പറഞ്ഞു നോക്കിയേ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കാം. അപ്പോൾ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് വെച്ചാൽ നമ്മളെന്ത്, അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചെന്ത് പറയും? യെസ്, നോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തീർന്നു പോയി. നമുക്ക് എപ്പോഴും ഇത്തിരി കൂടെ സംസാരിക്കണം, എന്നാലും നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറയും? യെസ്, ഐ ഹാഡ് സം സാലഡ് ട്രൈങ് ടു ലൂസ് സം വെയിറ്റ്. കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി സാലഡാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമുക്ക് പിന്നെയും സംസാരിക്കണ്ടേ. അപ്പോൾ വാട്ട് അബൌട്ട് യു? നിങ്ങൾ കഴിച്ചോ എന്നുള്ള അർത്ഥത്തിൽ വാട്ട് അബൌട്ട് യു? നിങ്ങളുടെയോ? നിങ്ങളുടെ കാര്യം എന്താ? കഴിച്ചോ എന്ന് ചോദിക്കുകയാണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ അതിന് നിങ്ങളുടെ ഉത്തരം കൊടുത്തിട്ട് നിങ്ങളോ എന്നും കൂടെ ചോദിക്കാം. ഇനിയിപ്പോൾ കുറച്ച് സെൻറ്റൻസസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ പോവുകയാണ്, ആ സമയത്ത് ഒരാളോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയാളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോയിട്ട് സംസാരിക്കുക? അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിൽ ആലോചിച്ചിരിക്കുകയാണെങ്കിലോ സംസാരിക്കാൻ കുറച്ച് സമയം ഉണ്ടാവുമോ? ഫ്രീ ആണോ എന്ന് എങ്ങനെ ചോദിക്കും? ആർ യു ഫ്രീ എന്നൊന്നും ചോദിക്കണേക്കാളും ഒരു രസത്തിൽ എങ്ങനെ ചോദിക്കുക? എക്സ്ക്യൂസ് മീ, ഡു യു ഹാവ് സം ടൈം? കുറച്ച് സമയമുണ്ടോ? ഫ്രീ ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ആർ യു ഫ്രീ എന്ന് ചോദിക്കണേക്കാളും ഇപ്പം എന്തോ പണി വരുന്നുണ്ടെന്ന് തോന്നും. ഡു യു ഹാവ് സം ടൈം എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്നാണ് അർത്ഥം കൂടുതൽ വരിക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തൊരാളെങ്കിലും നിൽക്കുന്നുണ്ട്, ബസ്സിൽ പോവുക, ട്രെയിനിൽ പോവുക, എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അപ്പോൾ നിങ്ങളിങ്ങനെ സമയം എത്രയായി അങ്ങനെ ചോദിക്കാം. സമയം എത്രയായി എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരമായി നമ്മൾ ചോദിക്കുന്നൊരു മുട്ടാനുള്ളൊരു ചോദ്യമല്ലേ. അതെങ്ങനെ ചോദിക്കും? ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്? അല്ലെങ്കിൽ വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം. എത്ര സമയമായി? എത്ര മണിയാണ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് അല്ലേ? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇനി അതിന് മുമ്പിലൊരു ഡു യു നോ വെച്ചാലോ? ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്? മനസ്സിലായോ? ഈ ഇപ്പോൾ ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്, വാട്ട് ടൈം ഈസ് ഇറ്റ്. അപ്പോൾ ഡു യു നോ അവിടെ ഇല്ലെങ്കിൽ ആ ഇറ്റ് ഈസ് ഇറ്റ് ഒക്കെ ആവുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാൻ വിചാരിക്കുക, അപ്പോൾ ഒരാളുണ്ട്, അപ്പോൾ അയാളോട് ചോദിക്കണം സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്, ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആലോചിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ മതി, എന്തിനാണ് ഇരിക്കണേ, കുറച്ച് നേരം കൂടി ഉള്ളൂ അങ്ങനെ വിചാരിക്കില്ലേ? നെക്സ്റ്റ് ടൈം അങ്ങനെ വിചാരിക്കരുത്. ഒരാൾ അവിടെ ഇരിക്കണ്ടേ, അയാളുടെ അടുത്തൊരു സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കണ്ടേ? ഇസ് ദിസ് സീറ്റ് ടേക്കൻ? എടുത്തതാണോ ഈ സീറ്റ്? ഇസ് ദിസ് സീറ്റ് ടേക്കൻ? അപ്പോൾ ആൾ യെസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ അർത്ഥം? അതാ വേറെ ആരുടെയോ സീറ്റാണ്. അപ്പോൾ ഓക്കെ സോറി എന്നിട്ട് പോവാം. ഇല്ല അവിടെ ആരും ഇല്ലെങ്കിലോ അയാൾ എന്താ പറയുക? ഇസ് ദിസ് സീറ്റ് ടേക്കൻ? നോ എന്ന് പറയുകയാണെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാനിവിടെ ഇരിക്കുന്നതിൽ വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? അപ്പോൾ അയാൾ എന്താ പറയുക? ഷുവർ ഓഫ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ ഇങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കാം. ആ സമയത്ത് നിങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ ഒന്നും പോകണം, അതിപ്പോൾ അടയ്ക്കുമോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ കടയിലെ ആളോട് ചോദിക്കുക അതെപ്പോഴാണ് ക്ലോസ് ചെയ്യാമെന്ന് അറിയുമോ? അതെങ്ങനെ ചോദിക്കും? ഡു യു നോ വാട്ട് ടൈം ദിസ് പ്ലേസ് ക്ലോസസ്? എത്ര മണിക്കാണ് ഇത് അടയ്ക്കാമെന്ന് അറിയുമോ? ഡു യു നോ വാട്ട് ടൈം, എത്ര മണിക്കാണ്, ദിസ് പ്ലേസ് ക്ലോസസ്? ഡു യു നോ വാട്ട് ടൈം ദിസ് പ്ലേസ് ക്ലോസസ്? അപ്പോൾ ആ പ്ലേസ് എന്ന് ഉദ്ദേശിച്ചത് അതെന്താണ് ആ സാധനം? അതൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഡു യു നോ വാട്ട് ടൈം ദിസ് റെസ്റ്റോറൻറ്റ് ക്ലോസസ്? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ജ്വല്ലറി ആണെങ്കിൽ, സ്വർണ്ണം ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന കടയാണെങ്കിൽ ഡു യു നോ വാട്ട് ടൈം ദിസ് ജ്വല്ലറി ക്ലോസസ്? അങ്ങനെ ചോദിക്കാം.
ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ വെച്ച് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇതുമാതിരി ഓരോ സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യേണ്ട ഇംഗ്ലീഷ് അറിയണമെങ്കിൽ നമുക്ക് പുതിയൊരു സീരീസ് തുടങ്ങാം. അറിയിക്കുമോ? താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കോൺടെക്സ്റ്റ് ഒക്കെ തന്നിട്ട് അവിടെ എന്താ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഉപയോഗിക്കുക, അങ്ങനെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കണം. ഒരു ആലോചനയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്കിടാം. ഇല്ലെങ്കിൽ അതൊക്കെ പൂട്ടി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ? ഞാൻ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോ? നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആ സെൻറ്റൻസ് മേക്കിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്നല്ല, ഒരു 3-4 പ്ലേലിസ്റ്റ് ഉണ്ട്. അത് എല്ലാം കാണുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ബേസിക്സ് ക്ലിയർ ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ട് വേണമെങ്കിൽ ഞാൻ എടുക്കുന്ന കോഴ്സുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലെവൽ, ഇംഗ്ലീഷിൻ്റെ ലെവലൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലൈവായിട്ട് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് പഠിക്കണമെങ്കിൽ കുറച്ച് ഗ്രാമറൊക്കെ അറിയാം എങ്കിൽ, ഗ്രാമർ അറിയില്ലെങ്കിൽ ആദ്യം ഒന്നില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടത് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ കോഴ്സ് എടുക്കുക. കോഴ്സിൽ ഫുൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ബേസിക് ലെവൽ മുതൽ കവർ ചെയ്യുന്ന കോഴ്സാണ്. എടുത്താൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. വേറൊരു കോഴ്സ് നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കേണ്ടി വരില്ല അത് കഴിഞ്ഞിട്ട്. കാരണം കുറേ കോഴ്സുകൾ പല സ്ഥലത്തു നിന്ന് എടുത്ത ആൾക്കാർ എൻ്റെ കോഴ്സ് എടുക്കാറുണ്ട്. വന്നിട്ട് പറയാറുണ്ട്, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് കോഴ്സ് എടുത്ത ശേഷം ഇതെടുത്തു, എല്ലാം മനസ്സിലായി, ഇപ്പോൾ ഇത്രയും കാലം കാശ് വേസ്റ്റായി, അവസാനം കറക്റ്റായിട്ട് വന്ന് എടുത്തു എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വേഗം മാറട്ടെ, ഇംഗ്ലീഷൊക്കെ നന്നായി ശരിയാവട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.